ചെത്തുമാങ്ങ അച്ചാർ ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചു തന്നില്ല. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. ഇതുപോലെ എല്ലാവർക്കും അറിയാമല്ലോ ചെത്തി എടുക്കാനായിട്ട്. ഞാൻ കഴുകി വെച്ച മാങ്ങ ഞാൻ കാണിച്ചു തന്നിരുന്നു. അത് ഇതുപോലെ ചെത്തി ഉപ്പിട്ട് വെച്ചേക്കായിരുന്നു. ഒരു ദിവസം മുഴുവൻ ഉപ്പിട്ട് വെച്ചു കേട്ടോ. ഇന്നിപ്പോൾ ഇത് മാറ്റിയിട്ട് മുഴുവനും ഊറ്റി മാറ്റിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. വേണ്ട ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് ഉലുവയും ഉണ്ട്, കടുക് ഒന്ന് കൃഷി ചെയ്തതാണ്. ഉലുവയും വറുത്ത് പൊടിച്ചതാണ്, രണ്ടും കൂടി ഒരുമിച്ചെടുത്തു. പിന്നെ ഇതൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശർക്കരയാണ്. ഇതുണ്ട്, ഞാൻ കുറച്ച് ശർക്കര ചീവിയിട്ടുണ്ട്. ഈ ശർക്കര ഞാൻ ഉരുക്കി ഈ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. അതായത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ നല്ല പുളിയുള്ളതാണ്. ഇത് കുറച്ച് ഉരുക്കി ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുളി കുറയും, നല്ല ടേസ്റ്റുള്ള അച്ചാർ നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് വേണ്ടത് മുളക് പൊടി, ഉപ്പ്, ഇത്ര സാധനങ്ങളാണ്. അപ്പോൾ ഈ ശർക്കര ഒന്ന് നമുക്ക് ഉരുക്കി അതിൻ്റെ ചൂടാറണം. അപ്പോൾ നമുക്ക് അത് നോക്കാം. ഇത് മുഴുവനും ഊറ്റി വെച്ചിട്ട് പിന്നെ ചെയ്യണത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം നമുക്ക്. പിന്നെ ഇത് കൂടാണ്ട് നമുക്ക് കുറച്ച് കായപ്പൊടിയും കൂടി വേണം. കായം കൂടി ഇടണം. അങ്ങനെ കംപ്ലീറ്റ് ഊറ്റി വെള്ളമയം ഇല്ലാത്ത പാത്രത്തിലേക്ക് എടുക്കണം. നമുക്കിനി ശർക്കര എടുക്കാം, എന്നിട്ട് ബാക്കി ചെയ്യാം. അപ്പോൾ ശർക്കര ഉരുക്കാനായിട്ട് കുഞ്ഞു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് ഞാൻ. കുറച്ച് വെള്ളം, ഒരു സ്പൂണോളം മതി. ഇത് കണ്ടോ, ഒരു സ്പൂണോളം വെള്ളം, ഇത് മതിയാവും. ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ട് ഞാൻ. തീരെ വെളിച്ചമില്ല ഇവിടെ, അത് കാരണം കാണാൻ പറ്റാഞ്ഞിട്ടാണ്. ചൂടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ശർക്കര ഉരുകണ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള പരിപാടികൾ ചെയ്യാം. നമുക്ക് അത് ഊറ്റി വെച്ചു, മാങ്ങ ഊറ്റി വെച്ചു. ഇത് ആ വെള്ളമാണ്. ആ വെള്ളത്തിലേക്ക് നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി ഇടാം. ഞാൻ ചുമന്ന സാധാരണ പൊടിയും നമ്മുടെ നിറമുള്ള പിരിമുളക് പൊടിയും കൂടി ചേർത്തതാണ്. രണ്ടും കൂടി മിക്സ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ നിറവും കിട്ടും, എരിവും കിട്ടുമല്ലോ. ശർക്കര ഇവിടെ ഉരുകി വന്നിട്ടുണ്ട്. ഇത് ഉരുകുന്നുണ്ട്. ശർക്കര മൊത്തം ഉരുകി. കണ്ടോ. ഇനി ഇതൊന്ന് ചൂടാറിയിട്ട് നമുക്ക് അരിച്ച് അതിനകത്തേക്ക് ഒഴിക്കാം. അപ്പോഴേക്കും നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാം. അപ്പം മുളക് പൊടി ഇട്ടു. പിന്നെയോ കുറച്ച് ഉപ്പ് ഞാൻ അതിലിട്ടിട്ടുണ്ടായിരുന്നു. എന്നാലത് കുറച്ചും കൂടി ഉപ്പിട്ടു. പോരാതെ വരുന്നുണ്ടല്ലോ. അപ്പം നമുക്കതൊന്ന് മിക്സ് ചെയ്യാം. മുളക് പൊടി അതിലേക്ക് നമുക്ക് ഇതും കൂടി ഇടാം. കടുകും ഉലുവയും കൂടി പൊടിച്ചത് ഓരോ സ്പൂണുണ്ട് കേട്ടോ. രണ്ടും ഞാൻ ഇട്ടു. നമുക്കിതിലേക്ക് മാങ്ങ ഇടണം, എന്നിട്ട് മിക്സ് ചെയ്യണം. അപ്പം ഞാൻ ഈ മൺചട്ടി വെച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റീലിലും അലൂമിനിയത്തിലൊന്നും വയ്ക്കാൻ പാടില്ല. ഇതുപോലെ മൺചട്ടിയിൽ ചെയ്യാം, അല്ലെങ്കിൽ ഭരണി, അല്ലെങ്കിൽ ചില്ല് പാത്രം, അങ്ങനെ ഉള്ളതിലൊക്കെ ചെയ്യാം എന്നുള്ളത് പറഞ്ഞതുകൊണ്ട് ഞാൻ ഈ ചട്ടിയിലിട്ട് വെച്ചു. പിന്നെ കുഴപ്പമില്ലല്ലോ, മൺചട്ടിയല്ലേ. ഇതുപോലെ നന്നായി മിക്സ് ചെയ്യണം. ഇതിലേക്ക് നമുക്ക് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം. കായപ്പൊടി ഇടാം. നമ്മൾ ആവശ്യത്തിന് കായപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. കായപ്പൊടി ഇട്ടു. പിന്നെ ഒരു കാര്യം കൂടി നമുക്ക് വേണം ഇതുണ്ടോ, നല്ലെണ്ണ. കുറച്ച് നല്ലെണ്ണ ഇതിൽ മിക്സ് ചെയ്യണം. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പരീക്ഷണം ചെയ്ത് നോക്കിയത്. കുറച്ച് ശർക്കര, എനിക്ക് തന്നെ തോന്നിയത് ഒരു ഐഡിയ, കുറച്ച് ശർക്കര അങ്ങനെ ഉരുക്കി ഒഴിച്ചാലും
പുളിയുള്ളതാണെങ്കിൽ ആ പുളി അങ്ങോട്ട് ഇത്തിരി പുളിയുള്ള മാങ്ങയാണിത്. അപ്പോൾ പുളി അങ്ങോട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ നല്ലതായിരിക്കുമല്ലോ നല്ലത്. അപ്പം നമ്മുടെ ശർക്കര ചൂടാറിയിട്ടുണ്ടാവും, അതും കൂടി ഒഴിച്ചു കൊടുക്കാം. ചൂടാറി ശർക്കര പാനി അരിച്ചു വെച്ചേക്കാണ്. അത് ഞാനതും കൂടി മുഴുവൻ ഒഴിക്കുകയാണ് കേട്ടോ. എന്നിട്ട് നല്ലോണം ഇളക്കുക. കണ്ടോ, ശരിക്ക് ഗ്രേവി ഉണ്ട്. ഗ്രേവി ഉണ്ട് നല്ലോണം. ഇതൊരു ചില്ല് കുപ്പിയിൽ വെച്ചിട്ട് ഒരു 2-3 ആഴ്ച എടുക്കാണ്ട് വെക്കണം. ഇത് കണ്ടോ ചില്ല് കുപ്പി, ഞാൻ ഈ ചില്ല് കുപ്പിയിലാക്കാൻ പോണം. ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ചില്ലാണല്ലോ, ഇരുന്നോളും. നമുക്ക് കുപ്പിയിലാക്കാം. അപ്പം നമ്മുടെ അച്ചാർ റെഡിയാക്കി കുപ്പിയിലാക്കിയിട്ടുണ്ട്, ചില്ല് കുപ്പിയിൽ. ഇനി അവസാനത്തെ പരിപാടി, കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു വെച്ചാൽ കേടാവാതെ. ഈ എണ്ണ ഒഴിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂപ്പൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഉണ്ടോ, ചെത്തു മാങ്ങ അച്ചാർ റെഡിയായിട്ടുണ്ട്. നമുക്ക് നോക്കാം 2 ആഴ്ച കഴിയുമ്പോൾ എങ്ങനെ ഇരിക്കുന്നു നോക്കാം. ചില്ല് കുപ്പി കണ്ടോ, കഴിഞ്ഞ ആഴ്ച വേറൊരു കുപ്പിയിൽ, ഇത് നമ്മൾ ആദ്യം ഇട്ട് വെച്ചതാണേ ഈ കുപ്പി. കണ്ടോ, ഇത് വേറെ കുപ്പി, ഇത് നീളം കുപ്പി. 2 കുപ്പി അച്ചാർ ഞാൻ വെച്ചിട്ടുണ്ട്.